പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചും ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ നന്ദിപ്രമേയ പ്രസംഗം 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി 40 ലക്ഷം കോടി രൂപ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आजकल मीडिया में ज्यादा ही चर्चा हो रही है, सोशल मीडिया में और अधिक हो रही है. कुछ नेताओं का फोकस घरों में जकूजी पर, स्टाइलिश शावर्स पर, लेकिन हमारा फोकस तो हर घर जल पहुंचाने पर है. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ആഡംബര വസതിക്കും പ്രധാനമന്ത്രിയുടെ വിമർശനം. ചിലർ ജക്കൂസിയിലും സ്റ്റൈലിഷ് ഷവറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഞങ്ങൾ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നു. സർക്കാർ പണം ചെലവാക്കിയത് പാവങ്ങൾക്ക് വേണ്ടി സ്വർണ്ണമാളിക ഉണ്ടാക്കാനല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ചിട്ടുണ്ടോ? കൃത്യമായ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറയുന്നു, ഒപ്പം പ്രതിപക്ഷത്തിന് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം. എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു? പ്രധാനമന്ത്രി ഇപ്പോഴും ലോക്സഭയിൽ തന്റെ നന്ദി പ്രമേയ ചർച്ചയിലുള്ള മറുപടി പ്രസംഗം തുടരുകയാണ്. പ്രധാനമന്ത്രി പതിവ് ശൈലിയിൽ തന്നെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനോടൊപ്പം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച വിഷയങ്ങൾ അടക്കമുള്ളവയിൽ കൃത്യമായ മറുപടി എണ്ണി നൽകുകയാണ്. പ്രധാനമായും അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ വിമർശനവും ആയാണ്. ചിലർ ജക്കൂസിയിലും സ്റ്റൈലിഷ് ഷവറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കെജ്രിവാളിന്റെ ആഡംബര വസതിയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ വിമർശനം എന്നുള്ളത്. സ്വന്തം വസതിക്ക് ആഡംബരം വർദ്ധിപ്പിക്കാനല്ല, പാവപ്പെട്ടവരെ സഹായിക്കാനാണ് തന്റെ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ ഭരണഘടന ഉയർത്തിയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചരണം അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി മറുപടി നൽകി. താനും തന്റെ സർക്കാരും ഭരണഘടനയെ അനുസരിക്കാനാണ്, ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടന പോക്കറ്റിലിട്ട് വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതല്ല തങ്ങളുടെ ശൈലി എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട രാഹുൽ നടത്തിയ വിമർശനത്തിന് പ്രതിപക്ഷത്തിന് മതിയായ അംഗബലം പോലും ഇല്ലെങ്കിലും അവരുടെ നേതാവിനെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ അംഗീകരിക്കുന്ന ഒരു പ്രവണത തങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2014 പോലും അത് തങ്ങൾ അനുവർത്തിച്ചിരുന്നു. എന്നാൽ മുൻപ് പ്രധാനമന്ത്രിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിച്ചിരുന്നത് എങ്കിൽ ആ സമിതിയിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തി നിയമം നിർമ്മിച്ചത് തങ്ങളുടെ സർക്കാരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നു താൻ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇത് മുൻപൊരിക്കൽ എങ്കിലും ഇത്തരത്തിൽ ഒരു കുടുംബത്തിൽ നിന്നും 3 പേർ സഭാംഗങ്ങളായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ചിലർ വാക്ക് ഒന്നും പ്രവൃത്തി മറ്റൊന്നും ആണ് നടത്തുന്നത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒപ്പം തന്നെ മുത്തലാഖും ജമ്മു കശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതും അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി വീണ്ടും ഈ പ്രസംഗത്തിലും ആവർത്തിച്ചു. പ്രജിൻ, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.